പ്രണതോസ്മി ഗുരുവായൂരേശം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം പ്രേമാശുവ പരിപൂർണമേ സ്വരരാജനം കരുണാനിധേ സത്യപ്രദഭരിതതത്വം മമ ഹൃദയഭക്തി സ്വരരുളിതം ദോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം ഗുരുജനത്തെ പ്രൗഢഗംഭീരമായ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജാ മഹോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഈ സുദിനത്തിൽ നിങ്ങളേവരുടെയും അനുഗ്രഹ ആശംസകളോടെ നൂതന സ്കൂൾ ഓഫ് ഡാൻസ് ഹ്യൂസ്റ്റൺ അഭിമാന പുരസ്സരം നൃത്തരൂപേണ അവതരിപ്പിക്കുന്നു പൂതന മോക്ഷം. രംഗത്ത് അനിൽ ജനാർദ്ദനൻ, രാജ് മൂത്തെഴുത്ത്, ശ്രീദേവി അനിൽകുമാർ, വിദ്യ രാജേഷ്, ഗീതു സുരേഷ്, ദിവ്യ രാജ, ബേബി അതിഥി റാം. നൃത്ത സംവിധാനം ശ്രീമതി ശ്രീദേവി സുരേഷ്. ഉഗ്രസേനന്റെ മകനായ കംസൻ ഒട്ടും ദയയില്ലാത്ത കഠിന ഹൃദയനായ ഒരു രാജാവായിരുന്നു. കംസൻ ആകെ സ്നേഹിച്ചിരുന്നത് സഹോദരി ദേവകിയെ മാത്രമായിരുന്നു. ദേവകിയുടെ വിവാഹ ദിനത്തിൽ കംസന് ഒരു അശരീരിയുണ്ടായി. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസന്റെ ഘാതകനായിരിക്കുമെന്ന്. തന്മൂലം വസുദേവരെയും ദേവകിയെയും കംസൻ കാരാഗ്രഹത്തിൽ അടച്ചു. അതിനുശേഷം ദേവകിക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കംസൻ വധിച്ചുകൊണ്ടേയിരുന്നു. ദേവകി തൻ്റെ 8ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കെ മഹാവിഷ്ണു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞായി ജനിച്ചിരിക്കുന്നത്. ജനിച്ചയുടൻ അവനെ ഗോകുലത്തിലുള്ള നന്ദഗോപരുടെ ഭവനത്തിൽ എത്തിക്കുക. വസുദേവർ അങ്ങനെ കുഞ്ഞിനെ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിന്റെ സ്ഥാനത്ത് മാറ്റിവെക്കുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ ഗോകുലത്തിൽ വളരുന്നു എന്നറിഞ്ഞ കംസൻ കോപാകുലനാകുന്നു. പൂതന എന്ന ഭീകര രാക്ഷസിയെ ശ്രാവണമാസത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലാനായി പറഞ്ഞയക്കുന്നു. പൂതന എന്ന രാക്ഷസി അതിസുന്ദരിയായ ഒരു ഗോപകന്യകയുടെ രൂപത്തിൽ ഗോകുലത്തിൽ എത്തുന്നു. കൃഷ്ണന്റെ അതിമനോഹരമായ രൂപം അവളിൽ വാത്സല്യം ഉണർത്തുന്നു. പക്ഷേ കംസന്റെ ആജ്ഞ ധിക്കരിക്കാനും അവൾക്ക് കഴിയുന്നില്ല. അവസാനം കൃഷ്ണനെ കൊല്ലാൻ തന്നെ പൂതന തീരുമാനിക്കുന്നു. മുൻപേ തന്നെ തൻ്റെ മുലക്കണ്ണുകളിൽ വിഷം പുരട്ടിയിരുന്ന പൂതന കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് പോയി പാല് കൊടുക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ പൂതനയുടെ രക്തം വരെ കണ്ണൻ ഊറ്റിക്കുടിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ആ രാക്ഷസി വേദന സഹിക്കവയ്യാതെ വലിയ അലർച്ചയോടെ മരിച്ചു വീഴുന്നു. പൂതനയ്ക്ക് ശാപമോക്ഷവും ലഭിക്കുന്നു. പൂതനയെ നിഗ്രഹിച്ച സന്തോഷത്തിൽ ഗോകുലവാസികൾ ആഹ്ലാദ നൃത്തം ചെയ്യുന്നതോടെ കഥ അവസാനിക്കുന്നു. Showers of blessings and prayers filled the air in the form of rain, thunder and lightning. Our Mahaprabhu was born in Yadu dynasty. ദേവകി, വസുദേവ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു.
ഞാൻ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞായി ജനിച്ചിരിക്കുന്നത്. വസുദേവ, ഈ കുഞ്ഞിനെ ഉടനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിന്റെ സ്ഥാനത്ത് മാറ്റിവെക്കുക. നദിയെ പകുത്തു പദം തുറന്നിടു വരുണനും ചക്രമായിശേഷനും നന്ദഗേഹത്തിൽ ഭുവനൈകനാഥൻ കപടമാനുഷവേഷം ധരിച്ചു ശയിച്ചു. ഭൂതനെ, നീ വേഗം ചെന്ന് ശ്രാവണ മാസത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയും. അങ്ങയുടെ ആജ്ഞ പോലെ പ്രഭു. ആ சொல்லடி சிங்காரியே, யசோதன் வாசல் எங்க அடி? அஷ்டமி ரோஹிணி நாளில் பிறந்தோரா, அழகன் வாழுமிடம் எங்கடி?
கொலை பண்ணிடும் பூதனா நிச்சயமா? அம்மா யசோதே, உங்க பிள்ளை ரொம்ப பிரமாதமான பிள்ளை என்று சொல்லி 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 நானும் கேட்டேன். ஒரு முறை கண் பார்த்து புண்ணியம் கிடைத்திட யோகம் இந்த ஏழைக்கும் தாமா? Jai Jai Govinda ki, Jai Jai Govinda ki, Jai Jai Govinda.